ബാഡി ഏത് അത് ഹോക്കി ചെസ് ക്രിക്കറ്റ് എന്നൊക്കെ വൈകുന്നേരത്ത് കിട്ടിയ നല്ലൊരു പണിയാണ് കേട്ടോ. അവൻ അവിടെ പോയിരിക്കണില്ല. അതാ 2 പേരിൻ്റെ അടുത്ത് വന്നിരിക്കണുണ്ടോ നീ നേരേക്കുമ്പോ എങ്ങനെ നേരേക്കെന്ന് പഠിക്കാനാവുന്നുണ്ട് അല്ലേ? അണ്ണക്കുട്ടിയാ എന്ത് കുട്ടിയാ? നാണം വന്നവന് നാണം. കുഞ്ഞമത്തിയാണ് കേട്ടോ. പക്ഷെ അത് വറുത്താലും കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം ഇരുന്ന് നേരെയൊക്കാൻ പണിയുണ്ടെന്നേ ഉള്ളൂ. ചില സമയത്തൊക്കെ നമ്മുടെ ആത്മനിയന്ത്രണമൊക്കെ പോവും. വെറുതെ പറയില്ലേ, അതിൻ്റെ തലയും ചെളുക്കി വാലും കളഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പണിയുണ്ട്. അതെ അതെ ഒരു പണിയില്ല. ഇനി മീൻ കൊണ്ടുവരുമ്പോൾ നിങ്ങളെ കൊണ്ട് ഞാൻ നേരേക്കാം. ഞാൻ മത്തി അയില അതേപോലെ നത്തള് അങ്ങനെയുള്ള മീനുകൾ തന്നെ നേരേക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ള മീനൊക്കെ ഇവിടെ ഉള്ള ഏട്ടന്മാർ നേരേക്ക് തരും. കുറേ കടലാസുകളുണ്ട്. മുടി കഴിഞ്ഞു കുറച്ച് നേരമായിട്ടോ. കാലൊക്കെ അങ്ങോട്ട് നീക്കാൻ വയ്ക്കുന്നില്ല. ഇരിക്കാൻ നോക്കിയൊക്കെ അപ്പുറത്തേക്ക് ഇരിഞ്ഞിട്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ടേ തേച്ച് കഴുകിയിട്ട് വരാം കേട്ടോ. മുടിയെ കഴിച്ചു കുഞ്ഞുണ്ണി. കല്ലുപ്പ് ഇവിടെ ഉപ്പിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഇവനൊക്കെ വെറുതെ ഉപ്പ് കഴിക്കും. ഞാൻ ഇപ്പം ചീത്ത പറഞ്ഞിട്ടാണ് ഉപ്പ് കഴിക്കൽ നിർത്തിയിരുന്നത്. മീൻ കണ്ടോ നല്ല വൃത്തിയായിട്ടോ. നല്ല എവിടെയും പൊട്ടിയിട്ടില്ല. ചില സമയത്തൊക്കെ നമുക്ക് മീൻ കിട്ടുമ്പോൾ നല്ല പൊട്ടിയിട്ടേ എനിക്ക് ഈ കുഞ്ഞമത്തിയൊക്കെ നേരേക്കാൻ ഞാൻ പറഞ്ഞില്ല, നേരേക്ക് ഇങ്ങനെ മസാല ഇങ്ങനെ തിരുമ്പിയിട്ട് ഇങ്ങനെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറക്കാം. അയ്യോ മണ്ട പൊട്ടിയോ, വറക്കണം കേട്ടോ. മക്കളൊക്കെ അത് അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്നോട് വീഡിയോ കൂടെ നാളേക്ക് മതിയോ? വാങ്ങാം, അച്ഛനടുത്ത് പറയാം. ഈ മത്തി നേരേക്ക് കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ കയ്യിലെ മണം പോവാൻ വേണ്ടിയിട്ടില്ലേ കുരുമുളകിൻ്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ കശക്കി കഴുകി കഴിഞ്ഞ് വെച്ചാൽ മനസ്സിലാവണ്ടോന്ന് കശക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ തേച്ച് പിടിച്ചിട്ട് നല്ലത് കുരുമുളകാ. ഇന്ന് എനിക്ക് എന്തോ പണി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് പൊക്കാണി എന്താ എൻ്റെ ചോറ് എൻ്റെ മാല അല്ലെങ്കിലേ ഒരു തരിയുള്ളൂ. സ്വർണത്തിനൊക്കെ എന്താ വില? ഒന്ന് പോയി കഴിഞ്ഞാൽ കിട്ടും കൂടി ഇല്ല കേട്ടോ അല്ലേ? പോയാൽ പിന്നെ കിട്ടുമൊന്നുമില്ല. അത് വിചാരിച്ച് കളയാൻ നിൽക്കണ്ട. ശരിയാണ്. പോയത് തന്നെയാണ്. സ്വർണ്ണല്ലേ, കിട്ടാൻ വഴിയില്ല. ഇപ്പം ഉള്ളത് പണയത്തിലുള്ളത് തന്നെ എടുക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കളയണില്ല കേട്ടോ. നമ്മൾ റബ്ബർ തൊടി കൂടെ പോയിട്ട് ആകെ കിട്ടിയ വിറകാണിത്. അയ്യോ അത് തീ കത്താണ്ടേ. കുഞ്ഞു പോയി പഠിക്കപ്പോ. മതി കുഞ്ഞു പോ, അച്ഛ വിളിക്കണം. പോ. വൈകുന്നേര വിശേഷം എടുക്കാൻ പോണ്. വൈകുന്നേര വിശേഷം നേരത്തെ നമ്മൾ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ കുറച്ച് മീൻ ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ എടുത്തേക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് മസാല തിരുമ്പി വയ്ക്കാം. ആവശ്യത്തിന് വറുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്തേക്കാലോ അല്ലേ? കുറച്ച് പുറത്തും വെച്ചോ. പൂച്ചക്കല്ലേ? പൂച്ച വരില്ലല്ലോ വൈകുന്നേരത്ത്. എന്തെങ്കിലും വരുമ്പോൾ അത്ര ബുദ്ധിമുട്ടി വരുന്നല്ലേ, എന്തെങ്കിലും തിന്നോട്ടെ. ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ, കല്ലുപ്പ് കുറച്ച് കൂടിയോ. സുകന്യേ അവിടെ ഒരു പാത്രം, ആ കല്ലുപ്പിൻ്റെ പാത്രം എടുക്കുന്ന കയ്യിൽ തരണ്ട. ഉപ്പ് കയ്യിൽ തന്ന സ്നേഹം കുറയത്രേ. ഇനി അങ്ങനെ സ്നേഹം കുറയേ തമ്മത്തല്ലൂടൊക്കെ ചെയ്യോ ഉപ്പ് കൊടുത്തിട്ട്? ഉപ്പ് തല്ലൂടാൻ വെക്കുക സുഖന കണക്ക് ഉപ്പ് തന്നിട്ട് ഉപ്പ് കൈ കൊടുത്ത കഴിഞ്ഞാൽ തല്ലൂടത്രേ. വാങ്ങിയൊരു ഞാൻ നീയുമ്പാടെ തമ്മത്തല്ലു കൂടുന്നു. എന്താ നീ ഒളിഞ്ഞേക്കണ്? തല്ലിട്ടിട്ടാ?
യൂണിഫോം നാളേക്ക് ഇതാ വേഗം തിരുപ്പിട്ടോ. മുളക് പൊടി, അത് അതിലിട്ടപ്പോ എന്തെങ്കിലും എന്താ അവിടെ ഇട്ടപ്പോ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. ചളിയാണ് അല്ല, അത് നിലത്ത് വീണിട്ടുണ്ടാവും. എന്താ മീനിൽ നമ്മളിതാ മുളക്, വെളുത്തുള്ളിക്കൊക്കെ എന്താ വില കൂട്ടരേ, 400 രൂപയാണ് വെളുത്തുള്ളിക്ക്. ഇനി വെളുത്തുള്ളി ഒന്നും കുറച്ച് ദിവസം വാങ്ങണ്ടാവില്ല ഇവിടെ. അത് വെളുത്തുള്ളിക്ക് ഓരോ അല്ലി ഇട്ടാൽ മതി, 1 കിലോ ഉള്ളിയൊക്കെ ഇടാൻ പറ്റുമോ? ഞാനിതിൽ ഇനി കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പാടല്ലേ, ഒരു കഷ്ണം ഇഞ്ചിയും പാടെ. വെളുത്തുള്ളിയൊക്കെ കൊണ്ടുമ്പോൾ 1 അല്ലി ഇടുക, അല്ലെങ്കിൽ 2 അല്ലി ഇടുക. 1 ഉള്ളി വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസം എത്തിക്കുക, അപ്പം ശരിയാവും. 400 രൂപയ്ക്ക് വാങ്ങിയാലും മുതലാവും. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കട്ടെ കേട്ടോ. എന്തായാലും ഇപ്പോഴൊന്നല്ലല്ലോ നമ്മൾ ഉണ്ടാക്കണത്. അതുപോലെ ഉള്ളിയൊക്കെ പിന്നെ വില കൂടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. മണമല്ലേ വേണ്ടു. ഇത്രയും ആൾക്കാർക്ക് ഞാൻ മണം നോക്കിയിട്ടുണ്ട്. മണം മതിയെന്ന് ഇപ്പൊ വെക്കട്ടെ അവിടെ. മുരിങ്ങ കൊട്ടാരായല്ല, മുരിങ്ങക്കൊമ്പ് കൊട്ടാരായല്ലോ, വളഞ്ഞു വളഞ്ഞിട്ട്. മുരിങ്ങക്കൊമ്പ് എന്താ പറ്റിയത്? ഇത് നീളം കൂടിയിട്ടല്ലോ അല്ലേ? നീളം കൂടിയിട്ടേ ഞാനേ 2 ദിവസത്തെ കറിക്കല ഉണ്ടാവട്ടോ. മുരിഞ്ഞ വിട്ടിട്ടുള്ളൊരു കലാപരിപാടി ഇല്ലല്ലോ വിചാരിക്കില്ലേ. അപ്പം മുരിഞ്ഞ വിട്ടിട്ട് കലാപരിപാടിക്കല്ല കേട്ടോ, താളിക്കാന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ മുരിഞ്ഞ താളിച്ചാൽ കുഴപ്പമില്ലല്ലോ. രാത്രിയിൽ നിങ്ങൾക്ക് പേടിയാവുണ്ടാവും, എന്താ ഈ പ്രത്യേകിച്ച് ഇങ്ങനെ പോകണമെന്ന്. നമുക്കിതൊക്കെ ശീലമായി. അത് പൊട്ടിക്കണ്ടേ? അത് പൊട്ടിക്കണ്ട, പൊട്ടിക്കണ്ട. ഇതിന് നാളെ വെട്ടാ. അത് വേറൊരു കൊമ്പതാ പൊന്തിക്കുണ്ട്. അതല്ലേ അതല്ലേ ഏതല്ലേ? അതല്ല, മറ്റേ കൊമ്പ്. ഇതോ അയത്തെ തലക്കല്ല പൊട്ടിച്ച. ഇനി നിർബന്ധമാണെങ്കിൽ അതാ അവിടെ ഉണ്ട്. വേണ്ട, ഞാൻ ഇതിപ്പോൾ 2 പൊട്ടിച്ചതാണ്. മീനത്തിലേക്ക് പോയത് നാളെ വെട്ട. നിങ്ങൾക്ക് വെട്ടിയ 2 ദിവസത്തെ കറിക്കല കിട്ടും. ഈ ടാർപ്പായല്ലേ ഇതിങ്ങനെ കെട്ടിയത് എത്ര നന്നായി നോക്കി നോക്ക്. എന്തേ ഒരു തുള്ളി വെള്ളം തിക്ക് വന്നിട്ടില്ലല്ലോ. മഴ പിന്നെ 2 ദിവസമല്ലേ പെയ്തുള്ളൂ. 2 ദിവസം പെയ്തിട്ട് ഒരു തുള്ളി വെള്ളം അടുപ്പിലേക്ക് വന്നിട്ടില്ലല്ലോ. ശരിയാ. പക്ഷെ എന്താ ഈ കോലെടുത്തോണ്ട് പോയേ പെട്ടു എന്നുള്ളു. കോലെടുത്തോണ്ട് പോയേ പെട്ടു. പക്ഷെ ഇതിങ്ങനെ നോക്കിയേക്ക്, കാറ്റിങ്ങനെയൊക്കെ വീശിയാലും നേരെ പുകവരുന്ന അവിടേക്ക് നോക്കിയേക്ക്. ആ ടാർപ്പൊള്ളിക്കാണ്. നോക്കിക്കോ, ഒരു ഏകദേശം 1 മാസം ആകുമ്പോഴേക്കില്ലേ അത് കറുത്ത് കരിക്കട്ട പോലെ കേട്ടോ. 1 മാസം എത്തിയ കാണാം. ഇത് കറുത്ത് കഴിഞ്ഞ് എന്താ മുക്കുമൂളൊക്കെ ചെയ്യുന്നത്. 1 മാസം കഴിയുമ്പോഴേക്കില്ലേ ടാർപ്പോൾ മാറ്റാലോ കേട്ടോ. മുരിഞ്ഞ ഊരുമ്പോഴേ എന്താ അതിക്കിങ്ങനെ ശ്രദ്ധ പോയതാണ്. അതിക്കല്ല, എന്തൊക്കെയോ ശ്രദ്ധ പോയി. വീഡിയോ എടുക്കുക എന്നുള്ളത് ഓർത്തില്ല. എന്താ മുരിങ്ങയില ഊരുക എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളെ നോട്ടണല്ലേ. ഇന്ന് എന്നെ എന്തെങ്കിലും പറയാന്ന് നിങ്ങൾ ആർക്കെങ്കിലും പോയി അല്ല, എത്ര ഭയങ്കര ശ്രദ്ധിച്ചിട്ടൊക്കെ മുരിങ്ങ. ഇതിലേ രാത്രിയിലല്ലേ വല്ല പുഴുവൊക്കെ ഉണ്ടാവും. ഇനി ഇത് കഴുകണം കേട്ടോ. അപ്പോൾ മുരിഞ്ഞ താളിച്ചതാണോ എന്ന് വെച്ചാൽ മുരിഞ്ഞ താളിക്ക് എന്തെങ്കിലുമൊക്കെ പരിപ്പിട്ട് കറി വയ്ക്കുക. പരിപ്പിട്ട് വയ്ക്കുക വെച്ചാൽ വേഗം കുക്കറിൽ പരിപ്പാക്കണം എന്നേയുള്ളൂ അല്ലേ. കുറച്ചെടുത്തിട്ടുള്ളൂ. മോര് കറി കഴിഞ്ഞു. ഞാൻ ഇരിക്കുന്ന രാവിലെ ഭയങ്കര തലവേദന. 5 മണിക്കൊക്കെ നീച്ച് നടക്കാൻ പോകുമ്പോഴേ, അപ്പോൾ നടന്നു കഴിഞ്ഞ് വരുമ്പോൾ നല്ല മഞ്ഞല്ലേ നടക്കാൻ പോകുമ്പോൾ. തലേ കെട്ടണേ, എന്തെങ്കിലും ഒരു തുണി തലേ കെട്ടിക്കൂടാല്ലേ. ഞാൻ എന്തൊക്കെ ഞാൻ പറഞ്ഞു തരുന്നു. ഓരോരുത്തരും ഇതൊക്കെ നീ പറഞ്ഞു കൊടുക്കണം. ഇന്നലെ പോയിട്ട് അവരവർക്കുള്ള തൊപ്പിയൊക്കെ വാങ്ങി. ഇന്ന പാവം എന്റെ കെട്ടിയോളും വരുന്നല്ലേ, എന്റെ കെട്ടിയോൾക്ക് ഒരു തൊപ്പി വാങ്ങി കൊടുക്കട്ടെ എന്ന് തോന്നിയില്ലല്ലോ. അതിനിവിടെ തൊപ്പി ഉണ്ടല്ലോ. എവിടെ തൊപ്പി? 2 ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. ഒന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കൂടെ നടക്കുമ്പോ ധൈര്യമായിട്ട് നടന്നോ. എല്ലാം കൊണ്ട് സേഫ്റ്റി അല്ലേ. ഒന്ന് കിച്ചുട്ടനും ഒന്ന് നടക്കും. ഞാൻ അങ്ങനെ കരുതിയിട്ട് വാങ്ങി. ഒന്ന് പ്രസീതയ്ക്കും ഒന്ന് കിച്ചുട്ടനും എനിക്കൊരു തൊപ്പി. ഞാൻ അങ്ങനെ കരുതിയിട്ട് വാങ്ങിയല്ലേ. അപ്പോഴേക്ക് ഇതൊക്കെ കണക്കാക്കണം നിങ്ങൾ. പിന്നെ നിങ്ങളുടെ സേഫ്റ്റിയാണ് എൻ്റെ ലക്ഷ്യം പറഞ്ഞില്ലേ. ആരെങ്കിലും കേട്ടോ എൻ്റെ മണ്ടയ്ക്ക് തരുന്ന സൂന്യ പറഞ്ഞത്? അത് നിങ്ങൾ ആരും കേട്ടില്ലല്ലോ. എൻ്റെ മണ്ടയ്ക്ക് തരുന്ന് ഞാൻ പറഞ്ഞ എടിയെ ചോറ് ഊറ്റണ്ട ഞാൻ ഊറ്റാന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് ആര് ഊറ്റിയാലും ഊറ്റിയപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് തരും ഞാൻ കേട്ടോ. ആക്റ്റീവാവ് പറഞ്ഞു. ഇപ്പം ഇന്നെ കവത്തി വെട്ടാൻ തുടങ്ങി സുകന്യ. ഉഷാറാവട്ടെ. കൈ നോക്കണം കേട്ടോ. വഴുക്കും കൈ നോക്കണേ. ഞാൻ തന്നെയാണ് അധികം ചോറ് ഊറ്റൽ.
ഇങ്ങോട്ട് വിട്ടേക്ക് കുറച്ചും കൂടി ചെമ്പ് അങ്ങോട്ട് മാറ്റിയേക്ക്. ഇനി വിട്ടേക്കണ്ട കേട്ടോ, അവിടെ തിണ്ടുണ്ട്. അതല്ല കുറച്ചങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീക്ക്, ചെമ്പ് അങ്ങോട്ട് നീക്ക്. നോർത്ത് ആ മുണ്ട് നേരെ, ആ മുണ്ട് നേരെ പിടിക്കും. ആ തോർത്തമുണ്ട് നേരെ പിടിക്കാം. തോർത്തമുണ്ട് അതിൽ ഇടയിൽ കുടുങ്ങിയൊക്കെ എടുക്കാൻ കിട്ടില്ല. കൈ പൊള്ളരുത് കേട്ടോ. സോനിയുടെ അമ്മ അച്ഛൻ പറയും, അയ്യോ എൻ്റെ കുട്ടിയുടെ കൈ പൊള്ളിയേ, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവളുടെ കൈ പൊള്ളും. അങ്ങനെ പറയും സോനെ? അങ്ങനെയൊന്നും സോനെ പ്രതീക്ഷിക്കില്ല. എന്താ പറഞ്ഞേ? അതൊന്നും സോനെ പ്രതീക്ഷിക്കില്ല എന്ന്. കൈ പൊള്ളിക്കണ്ട. എനിക്ക് ആകെ പേടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ കൈ പൊള്ളിയാലേ. സൂര്യ നോർത്തിയുടെ തോർത്തൊന്നും മടക്കി പിടിക്കുന്ന നീ വെച്ചു. ആ തോർത്തും കൊണ്ട് എടുക്കുന്നിട്ട് മെല്ലെ തോർത്തും കൊണ്ട് എടുക്ക്. തോർത്തും കൊണ്ടല്ലേ കൈക്കല്. നോക്കി പിടിച്ചോ, നോക്കി തോർത്തവിടുന്നോട്ടെ. ഏതായാലും ഇപ്പൊ കഞ്ഞിരോളം നമ്മുടെ ആരും കുടിക്കലൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ്? ഞാനതാണ് ആ തോർത്ത് ഒന്ന് മടക്കി പിടിച്ചാൽ മതി പറഞ്ഞു. ആർക്കെങ്കിലും എന്താ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? ഇവിടെ ഉണ്ട് കേട്ടോ. ഈ മുരിഞ്ഞയുടെ കോഞ്ചിലല്ലേ രാവിലെ നമ്മൾ കണി കണ്ടു കഴിഞ്ഞു വെച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് കയ്യും കാലും കുഴച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറയും. അങ്ങനെ ഉണ്ടാവും. ആരാ പറഞ്ഞത്? ഇവിടെ അമ്മ പറയുന്നേക്കാം മുരിഞ്ഞ. അപ്പോൾ ഇവിടെ അമ്മ പറയുന്നേക്കട്ടോ. അപ്പോൾ ഞാൻ പടിക്ക് പുറത്ത് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ, പടിക്ക് പുറത്തോ? എവിടേക്കാ കൊണ്ടേറി? എന്നാലും ഇവിടെ സുഖന്യല്ലേ, അരി വെട്ടി കണ്ട ഓരോന്ന് പഠിച്ച് ഇതാ കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ ഒന്നിനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഉഷാറായി വരും. എന്താ സോന്യ ഇതെന്തത്? എന്തിനത്? വെറുതെ അല്ല, ചുക്കുവെള്ളത്തിന്. കഴിയാറായി. എന്താണെന്നറിയാം, ചുക്കുവെള്ളത്തിന് വെക്കുന്നത് രാവിലെ മക്കള് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ബായ ഉള്ളി നേരെയൊക്കെ വീട്ടിലല്ലേ, പുറത്തെവിടെയല്ലല്ലോ അല്ലേ. സൂന്യ എന്തെങ്കിലും അത് കൊടുത്ത് പരാക്രമം അടിച്ച് പായണത്. സൂന്യ കോറുണ്ടാക്കണ്ടേ. ചെക്കന് ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയവരാണ് 9 മണിയാകുമ്പോഴേക്കും. 12 മണിക്ക് ഉറങ്ങാൻ പറ്റൂല സൂന്യ? നീ അവനെ കുറച്ച് ഇളം ചൂടുള്ള ചോറിലില്ലേ കഴിച്ചാ കുറച്ച് മറ്റേ വെളിച്ചെണ്ണ ഇല്ല അല്ലേ? നല്ല വെളിച്ചെണ്ണ മില്ലെന്ന് പോയോ? അത് ഒഴിച്ച് ചിലപ്പോൾ കുട്ടി തിന്നും. എനിക്കും ഇഷ്ടാട്ടോ ഈ വെളിച്ചെണ്ണയും ഉപ്പും അതേപോലെ ചെറിയുള്ളിയും പാടൊക്കെ അടിച്ചു കഴിക്കാൻ. നാളെ നല്ല വെളിച്ചെണ്ണ കുറച്ച് വാങ്ങാം. എന്നിട്ടില്ലേ മോര് കഴിക്കില്ല? മോര് പറ്റില്ല? ഇന്നിപ്പോ വലിയ തീറ്റയും തിന്നില്ല കേട്ടോ. ഇന്നിപ്പോ പഴം കുറച്ച് മുന്നേ 2 പഴം തിന്നുന്നുണ്ട്. ഇനിയിപ്പോ നീ വെറുതെ മെനക്കെടുന്നല്ലാണ്ട് എപ്പോഴൊന്നും അവൻ കഴിക്കണ്ടാവില്ല. ഇനി ആരും കഴിക്കണ്ട, സ്കൂളിൽ ആരും കഴിക്കണ്ടെന്ന്. ഞാൻ കഴിക്കും. കഴിച്ചോളൂ. ഇതാ പച്ചമുളക് അതേപോലെ തന്നെ ചെറിയുള്ളി തോനെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചതച്ചെടുക്കണ്ടേ. എന്താണെന്നറിയോ, മക്കൾക്ക് രാവിലെ മോര് കൂട്ടാനും ഉണ്ടായിരുന്നു, കൊത്തമരയ്ക്ക് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കൂട്ടിയിട്ട് ചോറ് കൊടുത്തു വിട്ടെ. അവർ ആ ചോറിൽ കുറച്ച് കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടാക്കുക. അപ്പം അതിന് പറയാം തക്കാളി ചോറ്, തൈര് സാദം ഇതൊക്കെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ. ഞാനപ്പോൾ അതെന്ത് കേട്ടിയെന്നറിയോ, ഇന്നലെ മോര് കൂട്ടാൻ്റെ കുറച്ചുണ്ടായിരുന്നു. കുറച്ചല്ല, ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കറി വെച്ചില്ലേ പറഞ്ഞില്ലേ. അപ്പോൾ അത് അവർക്ക് കൊടുത്തു വിട്ടു. ഞാൻ ലേറ്റ് നിർത്തുകയാണ് കേട്ടോ. അമ്മയിൽ ഇറക്കണില്ല, മിക്സിയിലൊന്ന് ചാച്ചെടുക്കട്ടെ. നമ്മൾ മുരിഞ്ഞ താളിക്കാൻ എല്ലാവർക്കും അറിയില്ലേ, കഞ്ഞിവെള്ളവും അതേപോലെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് മുളകും ഉള്ളിയും വെളുത്തുള്ളി ഇടുന്നവരുണ്ട് കേട്ടോ. ഇവിടെ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ ഇഷ്ടമല്ല, അത് കാരണം ഞാൻ മുരിഞ്ഞല്ലേ. ഈ മുരിഞ്ഞ എത്ര മുക്കിയാലും ഇതിൽ വെള്ളമാവില്ല കേട്ടോ അല്ലേ? അതാണ് മുരിഞ്ഞ. ചില്ലറക്കാരനല്ല മുരിങ്ങ. എല്ലാവരും ചില്ലറക്കാരല്ല അല്ലേ? ആരും ചില്ലറക്കാരല്ല. മീന് എന്താ
സത്യം പറഞ്ഞല്ലേ ഇപ്പോൾ മത്തിനോടൊക്കെ ഒരു വെറുപ്പായി. എന്താ എത്രയായി ഇപ്പോൾ? 1 മാസമോ 2 മാസത്തെയോ മത്തിക്ക് വില കുറവായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്? 1.5 കിലോ 3 മാസമായി. അന്ന് തൊട്ട് ആഴ്ചക്ക് 3 ദിവസം മത്തി പറഞ്ഞത് അല്ലേ? ഇതിപ്പോൾ 1 കിലോനെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പയ്ക്ക് നാളേക്കും ഉണ്ടാവുമായിരിക്കും. കിട്ടുന്നത് കുഞ്ഞമത്തി. എന്താ വെച്ചാൽ മത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, അതാണ് ആകെ ഒരു സമാധാനം. നേരെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മത്തിക്ക് ഇന്നിപ്പോൾ മുരിഞ്ഞ താളിപ്പും മത്തി വറുത്തതും കേട്ടോ. പിന്നെ വേറൊന്നുമില്ല. മോര് രാത്രി ഇവര് കൂട്ടാനായിക്കില്ല, അല്ലെങ്കിൽ മോര് രാത്രി കൂട്ടാൻ പാടില്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. മോര് നിങ്ങൾ എത്ര പറഞ്ഞാലും പിന്നെ നിങ്ങൾ കൂട്ടില്ലേ? സാലഡ് കിട്ടും. അപ്പോൾ മോര് കൂട്ടരുത്, മോര് രാത്രി കൂട്ടാൻ പാടില്ല എന്ന് അതിനെന്താ ശാസ്ത്രീയ വശം എന്നുള്ള എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ വടകരയിലൊക്കെ പണിക്ക് പോകണം ആ കാലത്തും കൂടി എൻ്റെ കൂടെ പണിയുന്നവർ അവരൊക്കെ പറയും എനിക്ക് മോര് ഉച്ചയ്ക്കായാലും രാത്രിയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനന്ന് കഴിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചീത്താറുണ്ട്, മേലെ രാത്രി ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെന്നില്ലേ. എന്താണ് കഴിച്ചാൽ ഞാൻ അവർ പറഞ്ഞെന്നില്ലേ, എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴോ ഒരു വീഡിയോയിലോ വായിക്കുകയെന്തോ ചെയ്തിട്ടുണ്ട്, ആ രാത്രി ഭക്ഷണം കഴിക്കാൻ പാടാത്ത ഭക്ഷണങ്ങളുടെ ലിസ്റ്റിൽ ഇതുണ്ടെന്നല്ലേ. ഈ തൈരും മോരൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൂടി വറക്കാനുള്ളതുണ്ട്. നാളെ നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങുകയാണ് കേട്ടോ. മതിലിൻ്റെയൊക്കെ പണി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ വരുമ്പോൾ. പക്ഷെ ഞാനൊന്നും അരിയൊന്നും അരച്ച് വെച്ചില്ല. ഇനി തിരക്കുകളിലേക്ക് പോവാണ്, ഇനി വലിയ തിരക്കിലേക്ക് പോവാണ്. വീഡിയോ എടുക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാണ്ടാക്കാനുള്ളത് ചപ്പാത്തി, ഗോതമ്പ് പൊടി ഉണ്ട് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുക, അതിന് കുറുമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും മതി. ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഒരു ദിവസം പുറത്തുനിന്ന് വാങ്ങാം, അത് കുഴപ്പമില്ല. പിന്നെ ഈ കുഞ്ഞമത്തി കൊണ്ടുവരരുത്. അതിപ്പോൾ തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ അവർ വരില്ലെന്ന് അറിയാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റില്ല. നമ്മൾ അരി അരച്ച് വെക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയില്ലേ. നമ്മൾ പുറത്തുനിന്ന് പോയി അരി വാങ്ങണം പറഞ്ഞിട്ട് നമ്മൾ 2 ദിവസമായി പുറത്ത് പോവാ പറയുന്നു. പക്ഷെ പുറത്ത് പോക്ക് നടക്കണേ ഇല്ല അല്ലേട്ടാ. പുറത്തേക്കൊന്നും ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ വെച്ചേക്കും, നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ചുറ്റുവട്ടത്തെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നല്ലാതെ. അമ്മൂട്ടി ചൂടുള്ള ചോറ് അച്ഛമാ അച്ചുട്ടിയേ. ഇതാ കുറച്ചും കൂടി ചോറ്, ഇത് ഇഷ്ടമാണല്ലോ കൂട്ടാൻ. പിന്നെ അതാ മീൻ അവിടെ മുത്തേ ബാ. അപ്പം അതാ എനിക്കെന്തൊക്കെ തലയൊക്കെ വേദന എടുക്കുന്നു. മറ്റവർക്ക് ഞാൻ നേരത്തെ വറുത്ത് കൊടുത്തിരുന്നു കേട്ടോ. കൊടുത്തിട്ട് അത് അവൾ സുകന്യ കഴിക്കാൻ കൊടുക്കുന്ന കണ്ണരിയെ അത് തീ അവിടെ ഇതാക്കുന്ന 3 കുഞ്ഞ മത്തിയാണ് ഇതാണ്ടോ. മുരിഞ്ഞടയിലേക്ക് അങ്ങനെ ഒഴിച്ച് അവർക്ക് നല്ല കഞ്ഞിവെള്ളം ഒഴിക്കുന്ന പോലെ ഒഴിക്കണം കേട്ടോ. അച്ചുട്ടി വന്നിട്ടില്ല. അതെന്താണെന്നറിയോ, ഒന്ന് അനിയൻ പഴംപൊരി ഉള്ളിവടയും കൊണ്ടുവന്നിരുന്നു. ഒരു 4 മണിയായപ്പോൾ. ഇതാണ്ടോ എപ്പോഴും നമ്മുടെ വീട്ടിൽ കായക്കൊല കമ്മിയാവരുത്, കൊല കെട്ടി തൂക്കിയതാണ് കേട്ടോ. ഇനി ഒന്ന് നമ്മളിതാ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പഴുത്ത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പഴമുണ്ട് കഴിക്കാൻ. അല്ല ഇവിടെ പഴമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കളയേണ്ടി വരില്ല. അവരതിങ്ങനെ ഒന്നും അറിയായിട്ട് പക്ഷെ എന്താണെന്നറിയോ, താഴെ വെച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ എടുത്തെടുത്ത് കഴിച്ചോണ്ടിരിക്കും. ശരിയാ. അപ്പൊ അത് എങ്ങനെയുണ്ട് മീൻ വറുത്തത് വല്യമ്മ? കുഴപ്പമില്ലേ? ഉപ്പ് മാത്രല്ലേ ഉള്ളൂ അതില്? മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് പച്ചമീൻ വറുത്ത് കൊടുത്തുട്ടാ. എന്നിട്ട് ഞാൻ എന്താ ഇട്ടെന്നറിയോ, കുറച്ച് വറുത്ത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ 5 മീനെ വറുത്തത്. ഇതാ കണ്ടോ, കുട്ടിക്ക് വറക്കാനുള്ളത് വല്യമ്മ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. നാളേക്ക് കേട്ടാ ഫ്രിഡ്ജിലെടുത്തേക്കാ വിചാരിച്ചിട്ട്. നീ തിന്നാത്തോണ്ടല്ലേ? നമ്മള് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. സ്കൂളിലേക്ക് കൊണ്ടുപോണ്ട, ഇവിടെ കൊണ്ടോളം തിന്നോ. ഉപ്പിടാണ്ടേ മുളകിടാണ്ടേ എങ്ങനെ വറക്കാം കേട്ടോ. അവന് മീൻ ഇഷ്ടാ. മീൻ വറുത്ത് കഴിഞ്ഞ് വെച്ചാല് അതും ചൂടുള്ള ചോറും വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ കഴിക്കട്ടോ അല്ലേ. രാവിലെ മാത്രം പാടില്ലെന്നുള്ളൂ. രാവിലെ പോകുമ്പോ വല്യമ്മ നിക്കോ, വല്യമ്മക്കൊരു ഉമ്മ വരാനാണേ. നാണം വന്ന് പോണോക്ക്. വീതന നിറച്ച് പാത്രങ്ങളാ. നീ കഴിക്കൽ കഴിഞ്ഞിട്ട് കഴുകാൻ വിചാരിച്ചിട്ട് കേട്ടോ. ഇത് മതിയോ? അച്ചു ഉറങ്ങുമായിരുന്നു കേട്ടോ. ഞാൻ ഉറക്കത്തുനിന്ന് പോയി ഉറങ്ങി. ഞാൻ പോയി അതിന് രാവിലെ ഇന്ന് നേരം വൈകിട്ടാണല്ലോ നീച്ചക്കണത്. ഇന്ന് അമ്മൂ നേരം വൈകിട്ടാണ് നീച്ചക്കണത്. നേരത്തെ നീച്ചോ.
അമ്മൂട്ടിയാണ് കേട്ടോ അതായിരിക്കണണ്ട അമ്മോ കണ്ട അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും കഴിക്കട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയുള്ള വിശേഷങ്ങൾ കാണാലേട്ടാ. പോയി കടന്നോ. അതെ പൊക്കോ. പപ്പുവിനെ പുറത്തേക്ക് ഇറങ്ങണ വിളിച്ചപ്പോൾ വരുന്നില്ല കേട്ടോ. അവനെ നമ്മൾ തൈരൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുത്തു. പപ്പുവിൻ്റെ കയറ് എവിടെ ഇപ്പോൾ? താഴെ കിടക്കുന്നുണ്ടോ? താഴെ. ആ വരുമോയെന്നറിയില്ല കേട്ടന്ന്. ഇല്ലെങ്കിൽ ഇനി എന്താണെന്നറിയാം പ്രശ്നം, രാത്രി നമ്മളങ്ങോട്ട് കടന്നു കഴിഞ്ഞാലേ അങ്ങോട്ട് തുടങ്ങും ബഹളം വയ്ക്കാൻ. ഇപ്പോൾ എന്താ കഴിച്ചോണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ടോ? അതേപോലെ നമ്മുടെ ഇവിടെ എന്താ വീടിൻ്റെ എന്താ കുറുവസംഘം എന്താ കുറുവാസംഘം അത് കുറുവാസംഘം അല്ല, എന്താണെന്നൊന്നും അറിയില്ല. എല്ലാവരും ഒന്ന് ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെസ്സേജുകൾ ഇട്ടിരുന്നു കേട്ടോ. അപ്പം നമുക്കൊരു പേടി അല്ലേ. ഇനി പപ്പു നമുക്ക് സമയത്ത് ആരൊക്കെയോ ശബ്ദം കേട്ടു എന്നോ ആരൊക്കെ കണ്ടു എന്നൊക്കെ കൃത്യമായിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. കൃത്യമായിട്ട് എവിടെയാണ്, ഏത് ഭാഗത്താണ്, എന്താ സംഭവിച്ചത് എന്താണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ വീഡിയോയിൽ പറയുന്നത് ശരിയല്ല. പിന്നെ ഇതിൻ്റെയൊക്കെ മുമ്പേ ഒരു വർഷം മുമ്പേ ഇതേപോലെ പകല് സമയത്തൊരു കള്ളൻ വന്നു പറഞ്ഞിട്ടില്ലേട്ടാ. ആൾക്കാർ കള്ളനെ പിടിക്കാനോ അതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ട. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുമ്പോൾ അതിപ്പോൾ എല്ലാവരും പേടിക്കും. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ വെച്ചിട്ട് കുറുവാസംഘം കോണിക്കഴി ഇറങ്ങി, അല്ലെങ്കിൽ കുറുവാസംഘം ലാപ്പറ്റ് ഇറങ്ങി, കോങ്ങാടിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പേടിക്കും. ചിലപ്പോൾ എന്താണെന്നറിയോ, അറിയാത്ത കാര്യങ്ങൾ വെച്ചാൽ കുറുവാസംഘം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ആൾക്കാരെ ആക്രമിക്കുന്ന അങ്ങനെയൊക്കെയാണ് അതിനെ കുറിച്ചൊക്കെ കേട്ടത്. ഇപ്പൊ പഴയമാര് മോഷ്ടിക്കലൊന്നും ഇപ്പൊ കുറവാണ്. പണ്ടൊക്കെയാണ് പണിയും വരുമാനമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ആൾക്കാർ കിട്ടിയ പുറത്ത് വെച്ച പാത്രങ്ങൾ, നമ്മുടെ കൂടെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ആളൊന്നും ഇവിടെ ഇല്ല. പുറത്ത് വെച്ച പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു തന്നെ. പക്ഷെ ഇപ്പോൾ അവരിപ്പോൾ കുടുംബത്തോടൊന്നും ഇവിടെ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ ആരും പറയുന്നില്ല. ഇപ്പോഴൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർക്ക് പണിയുണ്ട്. ഇപ്പോൾ ഉള്ള പണിക്ക് പൈസ കൂലിയുണ്ട്. അപ്പം ഇപ്പോഴൊന്നും ഇപ്പം ആരും അങ്ങനെ പണ്ടത്തെ മാതിരില്ല. ആൾക്കാർക്കൊക്കെ അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും അഭിമാനം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പണ്ട് അങ്ങനെയൊന്നുമില്ല. പണ്ട് ഇപ്പോൾ എന്തെങ്കിലും കള്ളുടിക്കാൻ എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടുക, അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത്ര ലക്ഷ്യം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നാലാളുടെ ഇടയിൽ പോയി നിൽക്കുമ്പോൾ എല്ലാവരും അവരവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, പക്ഷേ നാണക്കേട് വരുത്താത്ത രീതിക്ക് നിൽക്കാൻ ഇപ്പോഴത്തെ തലമുറയൊക്കെ അതിനൊക്കെ കുറേയൊക്കെ പഠിച്ചേക്കണൊക്കെ സത്യം. എന്താ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അപൂർവം ചിലർ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനെ പറയുക, പാഷാണത്തിൽ ഷാജി എന്ന് പറയുന്ന പോലെ. അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു വെച്ചാൽ നല്ല മനുഷ്യന്മാരാണ്. ഒരാളെ ദ്രോഹിക്കാതെ ജീവിക്കാൻ. വയറ് തഞ്ഞിരി പിന്നെ എനിക്ക് എന്നിട്ട് വേണമെന്ന് മേലെ കഴുകാൻ. ഇനിയും കൂടി കൊണ്ടുപോയ പിന്നെ തുറക്കാൻ നോക്ക്. തുറക്കണില്ല. എന്നാ തുറക്ക് പപ്പു, തുറക്ക്, കൂട് തുറക്ക്. കണ്ട തുറക്ക്. എന്നെ വിട്. എൻ്റെ അമ്മീ ഇവനാണ് ഞങ്ങളെ നോക്കണ്ട ആള്. ഓടണ്ട നോക്കി പിടിച്ചോ, നോക്കിക്കോട്ടോ. അപ്പുറത്തെ വീട്ടുകാരൊക്കെ കടന്നു, ലൈറ്റൊക്കെ കെടുത്തി. അവരൊന്നും കിടന്നിട്ടൊന്നുമില്ല. ഇല്ലേ? അതെന്താ ലൈറ്റ് കാണുന്നു? അങ്ങോട്ട് പോകുമ്പോഴല്ലേ കാണുന്നത്. അവിടെ ലൈറ്റ് കാണുന്നു. ആരും കിടന്നിട്ടൊന്നുമില്ല. അപ്പം അവിടെ ലൈറ്റ് കാണുന്നു. ആരും കിടന്നിട്ടൊന്നുമില്ല. അറിയാ അപ്പോ മണം പിടിക്കാണ്. പോലീസാണ്. എന്താ മണം പിടിക്കണ പിടുത്തം? പോലീസാണ്. നല്ല പോലീസ് നായയാണ്. കണ്ടോ? ഇതൊരു പാവാണ് കേട്ടോ നമ്മുടെ പപ്പു. കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ പാവാണേ ലേട്ടാ. ഒരേട്ടൻ വരുമ്പോഴേ
കാണുന്നവർക്ക് ഭീകരത തോന്നുന്നുണ്ട്. അനിയേട്ടൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കേട്ടോ, ബിജുവേട്ടൻ എന്ന് പറയുന്നത്. മൂപ്പരാളൊരു ദിവസം സ്കൂട്ടിയിൽ പോകുമ്പോൾ ഇവനെ വിളിച്ചിട്ട് വേഗം ഇവനെ തൊട്ട് തലോടി. പിന്നെ മൂപ്പരാളെ കണ്ടു കഴിഞ്ഞാലേ അവൻ എന്തോ ഒരു ഇഷ്ടമാണെന്ന് അറിയാം. എന്നിട്ട് അറിയാം ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോകും ഇതിനെ, ഞാൻ ഇതിനെ കൊണ്ടുപോകും, ഞാൻ ഇതിനെ പറയും, ഞാൻ കൊണ്ടുപോവനെ, ഞാൻ കൊണ്ടുപോവനെ. തന്നാലല്ലേ ഞാൻ തന്നാലല്ലേ അല്ലേ, ഞങ്ങൾ കോട്ടയത്തു നിന്ന് പോയിട്ട് കൊണ്ടുവന്നതാണ് ഇവനെ, നിങ്ങൾ കൊടുക്കില്ല ഞാൻ. ഇപ്പം മുടി കുറച്ച് ഇങ്ങനെ കൊഴിയുന്നുണ്ട് കേട്ടോ. എന്താപ്പാ മുടി കൊഴിയുന്നുണ്ട്. അപ്പം അതിനുള്ള എവിടേക്കാണോ എവിടേക്ക് പോകാൻ വേണ്ടോ. നമുക്കിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണം ഭയങ്കര ഇഷ്ടാട്ടോ. നമ്മുടെ പൊന്നൂസ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം പൊന്നൂസിനെ നോക്കുകയാണ്, ഓടി വന്നതാണ് അവൻ. എന്താ ഇവൻ്റെ ഇങ്ങനെ ഇരിക്കണതും എനിക്ക് ഇവനെങ്ങനെ ചേർത്തിരിക്കണതും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ഇതൊക്കെ ഉണ്ടാവും ഒതുങ്ങിയിരിക്കണത് ഏട്ടൻ കൊണ്ടുപോവുകയാണ് പറഞ്ഞാലും നമ്മളിങ്ങനെ ഇരുത്തി കഴിഞ്ഞു വെച്ചാൽ അവിടെ ഇങ്ങനെ ഇരിക്കും. ഞാനൊക്കെ മേലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവനിങ്ങനെ പിടിച്ച്. കുറേ കൂട്ടുകാരൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വളർത്തണില്ലേ, നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ആദ്യമൊക്കെ വൃത്തിയായിട്ടുള്ളതാണ്. അതിൻ്റെ ചെവിന്ന് കണ്ടിട്ട് ഒരു പേനോ ഒരു ഈരോ എന്തെങ്കിലും തലയുണ്ടോന്നുള്ളത് കണ്ട. ഞങ്ങൾ നല്ല വൃത്തിയുള്ള കുട്ടിയാണ് കേട്ടോ. ഇവിടെ ഏട്ടൻ്റെ അത് മാത്രം എന്താ ഞങ്ങൾ അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവൻ്റെ കാലൊക്കെ നോക്കിയൊക്കെ. എന്താ ഇവിടെ പണിക്ക് വന്നിരുന്നവരെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞിരുന്നു ഇവിടെ നായക്കുട്ടി ഉണ്ട് എന്ന് അറിയുന്നില്ല എന്ന്. മറ്റേത് വേറുള്ളവരടുത്തൊക്കെ നായക്കുട്ടി, കാരണം ഈ വൃത്തിയില്ലാണ്ട് കൂട് വൃത്തിയാ. നമ്മൾ രാവിലെ നമ്മളടിച്ച് വൃത്തിയാക്കണുണ്ടോ വീട് വൃത്തിയാക്കണ്ടോ, അതേപോലെ അവൻ്റെ എന്താ വീട് നമ്മൾ അടിച്ച് വൃത്തിയാക്കി അവന് കുടിക്കാൻ കൊടുക്കണ വെള്ളപ്പാത്രം, അവന് കഴിക്കാൻ കൊടുക്കണ പാത്രമൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ അവന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുള്ളൂ. അല്ലേ പൊന്നാ? ഇനി രാവിലെ നീച്ച് കഴിഞ്ഞ് വെച്ചാൽ അവന് ഒരു ഗ്ലാസ് ചായ കൊടുക്കും. അമ്മൂട്ടീരെ അമ്മ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൊജിക്കണ്ടേ, മുഖം കാട്ടുന്നുണ്ടേ കണ്ടോ. പെണ്ണേ ഞാനങ്ങോട്ട് വരൂട്ടോ, എന്നിട്ട് ഞാൻ നിൻ്റെ കട്ടിൽ കയറി കിടക്കൂട്ടോ. ആ അപ്പോൾ നമുക്കില്ലേ നമ്മൾ ആദ്യമായിട്ട് വളർത്തുന്നതാണ് കേട്ടോ. ആട് വളർത്തിയിട്ടുണ്ട്, പശു വളർത്തിയിട്ടുണ്ട്, കോഴി വളർത്തിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ കണ്ട മടിയിൽ അവനിവിടെ കയറിയിരിക്കണം മടിയിൽ. ഞാൻ പുതിയ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ അയച്ചു വിട്ടിട്ട് അവിടെ മൊത്തം ഓടിക്കളിക്കട്ടോ. ഇപ്പോൾ പിന്നെ പേടിയില്ല, എന്താണെന്നറിയോ, പാരപ്പറ്റ് കെട്ടിയല്ലോ, പോയാലും ആ ഭാഗത്തു നിന്ന് അങ്ങോട്ട് താഴേക്ക് വീഴല്ല, ചാടില്ലല്ലോ. മറ്റേത് ചാടും, പുറത്തേക്ക് ചാടിയിട്ട് എന്താ ഇങ്ങോട്ട് വരും. ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ അവൻ്റെ മണം പിടിക്കലിൻ്റെ അപ്പോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേര വിശേഷങ്ങൾ നിർത്തുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിടക്കണമെങ്കിൽ നല്ല സമയമാവും. നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കമൻറ്റുകളൊക്കെ നോക്കി അല്ലേട്ടാ ഒരുപാട് പണിയുണ്ട്. മേലൊക്കെ കഴിയുമ്പോഴേക്കും കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കൊക്കെ സമയമാവും. അപ്പോൾ നമ്മൾ എന്താ ഇന്ന് സത്യം പറയാച്ചാൽ എനിക്കൊരു വീഡിയോ എടുക്കണം എന്നുണ്ട്. പക്ഷേ നല്ല വീഡിയോ ആയിട്ട് ഞാൻ എന്തെങ്കിലും വേറെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മൂടേ തോന്നിയില്ല, മനസ്സിൽ എന്തൊക്കെയോ ഒരു ജാതി തോന്നിയിട്ട് നമ്മളങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം നാളെ വീഡിയോ എടുക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് ലേട്ടാ. നമ്മൾ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇതാവില്ലേ. അപ്പോൾ അത് കാരണം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇപ്പോൾ എത്ര പേരാണെന്നറിയാം, നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് വിളിച്ചിരുന്നത് കുറേ പേര് ലണ്ടനിൽ നിന്നടക്കം വിളിച്ചിരുന്നു ഇന്ന്. എന്താ അപ്പോൾ കുറേ പേര് വിളിച്ചിട്ടും വാട്സപ്പ് കോളും ഒക്കെ വിളിച്ച് കുറേ പേര് സംസാരിച്ചിരുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി. കാരണം അവർ പറഞ്ഞു പ്രസിയുടെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ദിവസം പ്രസി വീഡിയോ ഇടണേ, അപ്പോൾ വീഡിയോ എടുക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു. കാരണം അവർക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അത്രയും, കാഴ്ചകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ അതിൽ പോസിറ്റീവുകളെ മാത്രം നമ്മൾ അംഗീകരിച്ച് നെഗറ്റീവുകൾ നിർത്താൻ പറഞ്ഞു. പിന്നെ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ അതിര് വിടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാതെ ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോവില്ലേ, അങ്ങനെയൊക്കെ ചില സമയത്ത് നമ്മൾ പ്രതികരിച്ച് പോണതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഇല്ലേട്ടാ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വീഡിയോയിലൊന്നും പറയണ്ട. അപ്പോൾ
സപ്പോർട്ട് ചെയ്യണവർക്ക് ഹൃദയത്തോട് ചേർത്തി നന്ദി പറയണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് അധികം വൈകേണ്ടി വരില്ല. നമ്മുടെ വീടിൻ്റെയൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നേരിട്ട് പറ്റണവർക്ക് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ദൈവം തരട്ടെ അല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഗുരുവായൂരപ്പൻ അതിനുള്ള ഒരു അവസരം എനിക്ക് തരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാം, നമ്മുടെ എല്ലാ ഫാമിലിയിലും കാണാം അല്ലേ. എന്നെയല്ല, നമ്മുടെ എല്ലാ ഫാമിലിയിലും കാണാം ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.